ഒരു കുട്ടി സമുദ്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തുകൊണ്ടുവന്ന് വയ്ക്കുന്നു. ആ കുട്ടി വെള്ളത്തിനെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അടിക്കുന്നില്ല, തിര വരുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്ത, നീ എന്താ തിരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് വലിയ വിഷമമായി. പിന്നെ കുട്ടി കരച്ചിലായി, വല്ലാത്ത പ്രയാസമായി. അപ്പോൾ ആ വെള്ളത്തിനൊരു ദയ തോന്നി. അപ്പോൾ വെള്ളം പറയുകയാണ്, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ കഴിയൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത്. അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ ഈ എല്ലാ ശക്തിയും ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക എന്നതാണ്. അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും, ഇത്രയും പറയുമ്പോൾ ഏതാണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദൻ പിണറായി വിജയൻ സംഘർഷമൊക്കെ നിലനിന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ വളരെ എന്താ വിവാദമായ ഒരു പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങളാണിത്. ആ സമയത്ത് ശംഖുമുഖത്ത് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോഴാണ് ഈ പ്രസംഗം വരുന്നത് പോലും. അന്ന് ആ വേദിയിൽ VS അച്യുതാനന്ദനെ സാക്ഷിയാക്കിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയാണല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലായോ ഇന്നലെ VS വെള്ളമായിരുന്നു അതോ ബക്കറ്റിലെ വെള്ളമായിരുന്നോ അതോ കടലായിരുന്നു, സമുദ്രമായിരുന്നു എന്ന്? ഇദ്ദേഹം സമുദ്രത്തിനെയും ബക്കറ്റിലെ വെള്ളത്തിനെയൊക്കെ ഉപമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്, പാർട്ടിക്കകത്ത് നിന്നാൽ, ഈ സംഘടനയ്ക്കകത്ത് നിന്നാൽ ആ വ്യക്തിക്ക് ശക്തി കാണും, പുറത്തു പോയി കഴിഞ്ഞാൽ ബക്കറ്റിലെ വെള്ളം പോലെയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട്. സമുദ്രത്തിലെ ഒരു തുള്ളി എന്ന് പറയുന്നത് സമുദ്രം തന്നെയാണ്. അത് ക്വാണ്ടിറ്റേറ്റീവ്ലി അല്ല, അതായത് അതിൻ്റെ വലിപ്പത്തിലല്ല, അതിൻ്റെ എസൻസ്, ഗുണത്തിൽ അത് സമുദ്രം തന്നെയാണ്. അതിലെത്രത്തോളം ഉപ്പുണ്ട്, അതിലെത്രത്തോളം ജലമുണ്ട് എന്നുള്ളത് സമുദ്രം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു തുള്ളി എടുത്തുകൊണ്ട് ബക്കറ്റിൽ കൊണ്ട് വെച്ചാലും അത് ഉപ്പ് രസമുള്ളത് തന്നെ ആയിരിക്കും. അതിലൊരിക്കലും പുഴ മത്സ്യങ്ങൾക്ക് അതിനകത്ത് വളരാൻ കഴിയില്ല. അപ്പോൾ അത് എസൻസിൽ, അതിൻ്റെ ഗുണത്തിൽ, അതിൻ്റെ അന്തസത്തയിൽ അത് സമുദ്രം തന്നെയാണ്. ആ തുള്ളി ഒരു സമുദ്രം തന്നെയാണെന്നുള്ളത് അദ്ദേഹം മറന്നുപോയി. ഈ ബക്കറ്റിലെ വെള്ളവും തിരയടിയൊക്കെ വെച്ചിട്ട് ഈ അന്നത്തെ അന്തം കമ്മികൾ, അന്ന് കൈയടിച്ച അന്തം കമ്മികളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഒരു VS പക്ഷക്കാരനായിരുന്നു. അന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായിരുന്നു. പക്ഷെ അന്ന് ഇതൊക്കെ കേട്ടിട്ട് കൈയടിച്ച ഒരുപാട് പേര് എനിക്ക് നേരിട്ട് അറിയാം. എന്തായാലും VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ ചേച്ചി ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു കടലായിരുന്നു എന്ന് തന്നെ, ജനസമുദ്രമായിരുന്നു എന്ന് ഇന്നലെ രാത്രിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട്. അതൊരിക്കലും കാശ് കൊടുത്തോ PR ചെയ്തോ ഒന്നും വരുത്താൻ പറ്റുന്ന ആളുകളല്ല ഇന്നലെ അവിടെ കൂടിയിരിക്കുന്നത്. പിണറായി വിജയൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും അദ്ദേഹം ശരിക്കും ഇന്നലെ രാത്രി നേരിട്ടറിഞ്ഞു. കാരണം VS അച്യുതാനന്ദൻ മരണശേഷം SUT ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം AKG സെൻറ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മളത് കണ്ടതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം വസതിയിലേക്ക് അത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കണ്ടിട്ടുള്ളവർക്കറിയാം, CPM എന്നത് ഒരു കേഡർ പാർട്ടിയാണ്, ഇല്ലേ? കേഡർ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ RSS ആണെങ്കിലും അങ്ങനെയാണ്. അവിടെ ഈ പറയുന്ന ഈ ബോഡി കൊണ്ടുപോകുന്നിടത്തെല്ലാം തന്നെ റെഡ് വോളണ്ടിയർമാരുണ്ട്, ഇഷ്ടം പോലെ, 10,000 കണക്കിന്. അതുപോലെ തന്നെ 100 കണക്കിന് പോലീസുകാരുമുണ്ട്. പക്ഷേ ഇവരൊക്കെ വിചാരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഇറക്കുന്ന സമയത്തായിക്കോട്ടെ, അതുപോലെ തന്നെ AKG സെൻറ്ററിലോട്ട് ആയിക്കോട്ടെ, വസതിയിലോട്ട് കൊണ്ടുപോകുന്നിടത്തായിക്കോട്ടെ, അവിടെ ഒന്നും ജനം വിചാരിച്ചെടുത്ത് നിന്നില്ല. കാരണം ഇദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്ന ജനപ്രളയം എന്ന് പറയുന്നത്, പ്രളയം എന്ന് തന്നെ പറയേണ്ടി വരും, സമുദ്രം പ്രളയമാണല്ലോ. ഇവരൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പോലീസുകാരും റെഡ് വോളണ്ടിയേഴ്സ് ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കാരണം പാർട്ടി കേഡറായിട്ടുള്ള ആളുകളാണെങ്കിൽ, പാർട്ടി പ്രവർത്തകരും മറ്റുമൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കും. പക്ഷേ അങ്ങനെ ഇവർ കേൾക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇദ്ദേഹത്തിനെ കാണാൻ വന്ന നല്ലൊരു ശതമാനം ആളുകളും ഈ പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവരല്ല.
എന്നുള്ളതാണ്. സമൂഹത്തിലെ നാനാ തുറയിലുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് ഈ പാർട്ടിയോട് ഇപ്പം താല്പര്യം പോലും കാണില്ല, ഈ മനുഷ്യനോടായിരിക്കും താല്പര്യം. വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിയോട് കേട്ടറിഞ്ഞത് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവം വെച്ച്, മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച്, തങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച്, വിവിധ പ്രായത്തിലുള്ള ആളുകൾ, അവർ രാഷ്ട്രീയം പോലും ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയമുള്ള ആളുകൾ കാണാൻ വേണ്ടി അദ്ദേഹത്തെ അവസാനമായിട്ട് ഒന്ന് കാണാൻ വേണ്ടിയാണ് അവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം ഈ പിണറായി പറഞ്ഞതുപോലെ പാർട്ടിക്കാരനായിരുന്നത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു ഇഷ്ടവും സ്നേഹവും ആണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമല്ല. അതിനും അപ്പുറമായിരുന്നു വി എസ്. അതെ, അതിലുപരി വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തി, ഒരു പാർട്ടിക്ക് മുകളിലേക്ക് വി എസ് അച്യുതാനന്ദൻ പോയിരിക്കുന്ന ഒരു 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 കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ശംഖുമുഖത്ത് വെച്ച് ആ വി എസിനെ സാക്ഷിയാക്കി നിർത്തി പറഞ്ഞ ആ സമുദ്രവും ബക്കറ്റിലെ വെള്ളവും ഒക്കെ ഉപമകഥ പൊളിയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്ലിഫ് ഹൗസിൽ ഇനി എത്ര ബക്കറ്റ് കൊണ്ടുവന്നാലും വി എസ് അച്യുതാനന്ദൻ എന്ന സമുദ്രത്തിന് അതിൽ നിറയ്ക്കാൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പിണറായി ഇപ്പോൾ ഇന്നലെ രാത്രി മനസ്സിലാക്കിയത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന തരത്തിലല്ല വി എസ് അച്യുതാനന്ദനെ ഈ കേരളത്തിലെ സമൂഹത്തിലെ നാനാ ജാതി മതസ്ഥർ രാഷ്ട്രീയക്കാർ ഒക്കെ കാണുന്നത് ഒരു വിപ്ലവ നായകനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ജനനായകനായിട്ടാണ്. ഒരു പാർട്ടിയുടെ മാത്രം അവകാശപ്പെട്ട ഒരാളൊന്നുമല്ല വി എസ് അച്യുതാനന്ദൻ. മൃതദേഹം സംസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചുവപ്പ് അണിഞ്ഞിട്ടായിരിക്കും, ചുവന്ന കൊടി അണിഞ്ഞിട്ട് ആ ഭൗതിക ശരീരത്തിൽ ഒരുപാട് പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ളൊരു പാർട്ടിയാണ്. എന്നിട്ടും ആ ഭൗതിക ശരീരത്തിന്മേൽ പൂർണ്ണ അധികാരം ക്ലെയിം ചെയ്തുകൊണ്ടായിരിക്കും അത് മണ്ണിലേക്ക് വിടുന്നത്. എങ്കിൽ പോലും ഈ വി എസ് എന്ന നേതാവ് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതൊരു ജാതി മതഭേദമന്യേ, പാർട്ടി ഭേദമന്യേ ഒരുപക്ഷെ കാലം കാത്തുവെച്ചത് തന്നെ ആയിരിക്കാം പിണറായി വിജയന് ഇപ്പോൾ ഈ നേരിട്ട് കാണുന്ന ജനം കൊടുക്കുന്ന, കാലം കൊടുക്കുന്ന മറുപടി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് കണ്ണൈ കരളൈ വി എസ് ഐ. അതെ, അത് വേറൊരു നേതാവിനുമില്ല. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ. ഇത് ആർക്കു വേണ്ടിയും കേരളം വിളിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പൈസ കൊടുത്ത് വിളിപ്പിക്കാൻ പറ്റില്ല. ഇല്ല, അത് ഹൃദയങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതെ, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. 102ാമത്തെ വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ മരിക്കുന്നു. അദ്ദേഹത്തെ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വി എസ് അച്യുതാനന്ദൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സംഭവബഹുലമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു യവനിക വീഴുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിനോട് രാഷ്ട്രീയ എതിർപ്പുള്ളവർക്ക് പോലും പ്രതിപക്ഷ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമില്ലാത്ത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലുപരി രാഷ്ട്രീയത്തിലുപരിയായിട്ട് വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയിരുന്ന സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വി എസ് എന്നത് ഇന്നേ ദിവസം പിണറായിക്ക് മുന്നിൽ തെളിയുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ വി എസിനെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. വി എസിന്റെ എതിരാളികൾ പോലും വി എസിനെ സ്നേഹിക്കുകയാണ് ചെയ്തത്. എതിർപക്ഷത്ത് പിണറായി പക്ഷം എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ വി എസ് എന്നുള്ള നേതാവ് ഉണ്ടായിരുന്നു പലർക്കും. അതില്ലാത്തവർ വളരെ വിരളമാണ് എന്ന് വേണം പറയാൻ. അതെ, തീർച്ചയായിട്ടും. കേരളത്തിന്റെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കണ്ണും കരളും ഒക്കെ ആയിരുന്നു വി എസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നേതാവ് വന്നിട്ടില്ല. വി എസിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രതിഭാസം എന്ന് പറയുന്നത് പ്രതിഭാസം എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇനി ഒരിക്കൽ കൂടി കേരളം അതിനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതും സംശയമാണ്. AKGക്കും EMSനും ശേഷം സംഘടനാ രംഗത്ത് ഇത്രയും ദീർഘകാലം ഉണ്ടായിരുന്നൊരു നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം. പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും കേരളത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു വി എസ്. ഒരുപാട് മനുഷ്യർ അവരുടെ ആശങ്കകൾ വരുന്ന സമയത്ത് ഓർമ്മിക്കുന്ന ഒരു പേരായിരുന്നു വി എസ്. പ്രായം ഏറെ ചെന്നിരുന്നു, ഒരു വൃദ്ധനാണെങ്കിലും ആ വൃദ്ധനിൽ നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ യൗവനം കണ്ട മനുഷ്യരാണ് നമ്മൾ. പ്രായം തളർത്താത്ത ഒരു പോരാളിയായിട്ട് വി എസ് നമ്മുടെ ഒപ്പമുണ്ട്, വി എസ് നമ്മുടെ ഒപ്പമുണ്ടായിരുന്നു എന്നറിയുമ്പോൾ അത് ഒരു വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ആ ആശ്വാസത്തിൻ്റെ പേരായിരുന്നു വി എസ് എന്ന് പറയുന്നത്. ചരിത്രം തന്നെ ഒരു മനുഷ്യനായിട്ട് തീരുകയാണ്. ചരിത്രം പോലും വി എസ് അച്യുതാനന്ദനെ ഇങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം തന്നെ പഴക്കമുള്ള, മാർക്സിസ്റ്റ് പാർട്ടിയോളം തന്നെ പഴക്കമുള്ള അതിനേക്കാൾ പഴക്കമുള്ള ഒരു നേതാവ്. പുന്നപ്രയിൽ നിന്ന് LP സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കളർക്കോടുള്ള UP സ്കൂളിലേക്ക് ശങ്കരൻ്റെ മകനായ വി എസ് എത്തുന്നു. അവിടെ കളർക്കോട് ഒരു പ്രശ്നമാണ്. കളർക്കോട് സവർണ്ണ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. പഠിക്കുന്ന കളർക്കോട് സവർണ്ണ വിഭാഗത്തിലുള്ള
കുട്ടികൾ മാത്രം ധരിക്കുന്ന സ്കൂളാണ്. അവിടെ UP സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് സവർണ്ണ കുട്ടികൾ അച്യുതാനന്ദനെ തല്ലുന്നു. അപ്പോൾ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതിനു ശേഷം വീട്ടിലേക്ക് ചെന്ന് അച്ഛനോട് സങ്കടം പറയുന്നു അച്യുതാനന്ദൻ. എന്നെ ഇങ്ങനെ കുട്ടികൾ അടിച്ചു, സവർണ്ണ കുട്ടികളാണ് അടിച്ചത്. അപ്പോൾ അച്ഛൻ ശങ്കരൻ ഒരു പിടി അരഞ്ഞാണം കൊടുത്തിട്ട് പറഞ്ഞു, നാളെ നിന്നെ ആരെങ്കിലും അടിച്ചാൽ തിരിച്ചങ്ങ് അടിച്ചോണമെന്ന്. തിരിച്ചു ചെന്ന് തന്നെ അടിച്ച കുട്ടിയോട് തിരിച്ച് ഈ പിടി അരഞ്ഞാണം വെച്ച് മർദ്ദിച്ച് തുടങ്ങുന്നതാണ് ആ വലിയ സമരം. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ആ ചെറുത്തുനിൽപ്പ്. ഐസ്ക്രീം പാർലർ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ നിയമ പോരാട്ടത്തിനുള്ള കരുത്തെന്ന് പറയുന്നത് സ്ത്രീപക്ഷത്തോടൊപ്പവും പരിസ്ഥിതിക്കൊപ്പവും മൂന്നാറിലെയും ദൗത്യ സംഘത്തെയും നയിക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നത് ആ പറയുന്ന ആവേശം തന്നെയാണ്. VS ഒരു പേരല്ല, അതൊരു ആശയമാണ്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടത്തിന്, ആ ഒരു ആശയത്തിന് അവസാനവുമില്ല. നീതിക്ക് വേണ്ടിയുള്ള കലഹങ്ങളെ പ്രതീക്ഷാഭരിതമാക്കുന്ന ഒരു പ്രചോദനമാണ് VS എന്ന് പറയുന്നത്. ആധുനിക കേരളീയ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത നിലപാട്. VS പക്ഷക്കാരുടെ എണ്ണം ഒരു പാർട്ടിയിലും അച്യുതാനന്ദൻ എന്ന മനുഷ്യനിലും ഒതുങ്ങുന്നതല്ല. അപ്പോൾ ബക്കറ്റിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് പിണറായി അവിടെ ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദൻ അന്ന് മറുപടി പറയാത്തത് അതിന് ഒരു മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല. പിണറായി വിജയനെ പോലുള്ള പാർട്ടിക്കകത്തും പുറത്തുമുള്ള പ്രമുഖന്മാരോട് അദ്ദേഹം നേരത്തെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയനും കൂടെയുള്ള മറുപടിയാണ്. എന്താണ് ആ മറുപടി? തല നരയ്ക്കാത്തതല്ല എൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ല എൻ്റെ യൗവനം, ദുഷ്പ്രഭുത്വത്തിൻ്റെ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്ന് പറയുന്നുണ്ട്. അവിടെ പിണറായി അല്ല, അതിന് ആരിനി വന്നാലും തൻ്റെ തല കുനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും VS എന്നും പ്രതിപക്ഷ നേതാവായിരുന്നു. അത് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ഒക്കെ. ജനങ്ങൾക്കും ഭാവി തലമുറകൾക്കും ഒരു തരത്തിലുള്ള ക്ഷീണവും വരരുതെന്നുള്ള മധുര റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടംകുളം പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാവൂ എന്ന് പറഞ്ഞ VS പാഠം നികത്തിയാലും സോഫ്റ്റ്വെയർ കുത്തകയാക്കിയാലും അധ്വാനവർഗ നിലപാട് കാലത്തിന് മുൻപേ തിരിച്ചറിഞ്ഞ് കലാപക്കൊടി നാട്ടിയ മാർക്സിസ്റ്റ് ബോധ്യത്തിൻ്റെ പേരാണ് VS എന്ന് പറയുന്നത്. ഇണങ്ങി പിരിയലല്ല, ഉള്ളിൽ നിന്നുള്ള തിരുത്തലാണ് പ്രായോഗികതയെന്ന് തെളിയിച്ച വിപ്ലവകാരി. ഇടതുപക്ഷത്തിൻ്റെ തിരുത്തൽ ശക്തിയായി വർത്തിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു ശബ്ദമായിരുന്നു VS. അടിയാളൻ്റെയും മണ്ണിൻ്റെയും പെണ്ണിൻ്റെയും മാനത്തിന് മാനത്തോളം വില നൽകിയ മാനവികൻ. കോൺഗ്രസ്സോ UDF ഇടതുപക്ഷമോ, അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ കോട്ട് ചെയ്ത് പറയുകയാണ്, കോൺഗ്രസ്സോ UDF ഇടതുപക്ഷമോ ആരുടെ പേരിലായാലും ശരി, കയ്യേറ്റക്കാർ തന്നെ. അവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അവർ വരുത്തിയിട്ടുള്ള കയറ്റങ്ങൾ അടിച്ചു നിരത്തി അതെല്ലാം തന്നെ കേരളത്തിൻ്റെ വകയായി മാറ്റുക തന്നെ ചെയ്യും ഈ ഗവൺമെൻറ് എന്നതിൽ സംശയമില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏകനായ പോരാളി, തോൽവികൾ തളർത്താത്ത പോരാളി, തുടർ തോൽവികളുടെ കൊടിയ നിരാശയുടെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചവാതിലുകൾ സ്വയം തള്ളി തുറന്നു വന്ന നേതാവ്. MN വിജയൻ്റെ വിശേഷണമാണ് ഏറ്റവും അനുയോജ്യം. പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്നവൻ. 17-ാം വയസ്സിൽ തുടങ്ങി 101-ാം വയസ്സിൽ മരണം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ജീവിച്ച ഒരാൾക്ക് ഇതിലും വലിയൊരു വിശേഷണം ലഭിക്കാനില്ല. ദാരിദ്ര്യത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും ബാല്യം മുതൽ ജീവിതാവസാനം വരെ നേരിട്ട തുടർ തോൽവികളിൽ നിന്നാണ് VS എന്ന പോരാളി രൂപപ്പെട്ടത്. നമ്മൾ ഈങ്കുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിനൊപ്പം പോസ്റ്ററുകളിൽ കാണുന്ന മുഷ്ടി ചുരുട്ടി ഉയർത്തിപ്പിടിച്ച ആ ഒരു കൈയുണ്ട്, പ്രതീകമുണ്ട്, ഒരു സിമ്പൽ. ആ സിമ്പൽ കാണുമ്പോൾ അത് VSൻ്റെ കൈയല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രതിഷേധത്തിൻ്റെ, പ്രതിപക്ഷത്തിൻ്റെ, ജനപക്ഷത്തിൻ്റെ, വിപ്ലവക്കരുത്തിൻ്റെ സാർവത്രിക മുഖമായി VS മലയാളിയുടെ പൊതുബോധത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതുപോലെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ഇനി അതിന് മറ്റാർക്കും കഴിയുമെന്നും പ്രതീക്ഷിക്കേണ്ട. അടിമുടി പോരാളിയായ മനുഷ്യൻ മലയാളികളെ ആഴത്തിൽ സ്വാധീനിക്കുകയും പ്രതീക്ഷാഭരിതമാക്കുകയും ചെയ്ത സമരനായകൻ, കേരളം കണ്ട ഏറ്റവും ജനകീയ നേതാവിന് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യങ്ങൾ.